السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد. പ്രിയമുള്ള ബഹുമാനികളെ, നമ്മളൊക്കെ വർത്തമാന സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ്. എവിടെ പോയാലാണ് നമുക്ക് സമാധാനം ലഭിക്കുക? എന്ത് ചെയ്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുക? എങ്ങനെയാണ് ഖൈറിന്റെ വഴികളെ നമുക്ക് എളുപ്പമാക്കുക എന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. നിങ്ങൾക്ക് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ സുന്ദരമായ ഒരു ദുആ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നാഥനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് ഖുർആനിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ച, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണർത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഖുർആനിന്റെ അടിസ്ഥാനത്തോടുകൂടെ തന്നെയുള്ള വളരെ സുന്ദരമായ പ്രാർത്ഥന. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ സുന്ദരമായ പ്രാർത്ഥന ഇന്ന് നമുക്ക് പഠിക്കണം. പഠിക്കുക മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു പറയുന്നത് കേട്ട് അത് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ കൊണ്ടുവരാൻ അതിനായി റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ നിസ്കാര ശേഷവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിലും രഹസ്യമായ ദുആകളിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? ആ പ്രാർത്ഥനയുടെ ഓരോ വരികളും ഖുർആൻ അടിസ്ഥാനമാക്കിയ ഖുർആനിന്റെ ആയത്തുകളും ഇൻഷാ അല്ലാഹ് നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് മുഴുവനും കേട്ട് കഴിയുമ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പ്രാർത്ഥന കൊണ്ട് വിജയം ലഭിച്ചത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയം മുഴുവൻ കേൾക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്താ ദുആ എന്നറിയോ? ഞാൻ ആമുഖമില്ലാതെ ആ ദുആയിലേക്ക് അങ്ങ് കിടക്കട്ടെ. എന്താ ദുആ എന്നറിയോ? സുബ്ഹാന മൻ ഹുവ മുത്തലിഉൻ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. സുബ്ഹാന മൻ യുഹ്സി عدد الذنوب. سبحان من لا يخفى عليه خافية في السماوات ولا في الأرض. سبحان الله الرؤوف الودود. ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടി ചൊല്ലിത്തരട്ടെ. സുബ്ഹാനല്ലാഹ് سبحان من هو مطلع يعلم خائنة الأعين وما تخفي الصدور. سبحان من يحصي عدد الذنوب. سبحان من لا يخفى عليه خافية في السماوات ولا في الأرض. سبحان الله الرؤوف الودود. ഇത്ര സുന്ദരമായ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതുകൊണ്ട് വിജയമാണ് നമ്മൾ കാക്ഷിക്കേണ്ടത്, അതുകൊണ്ട് ഇഹപര വിജയം ലഭിക്കാൻ ഈ ദുആ നമുക്ക് ഹേതുവാണ്. ഒന്നാമത്തെ വരി ഒന്ന് നമുക്ക് നോക്കുക. സുബ്ഹാന മൻ ഹുവ മുത്തലിഉൻ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ ഒളിഞ്ഞ നോട്ടവും ഹൃദയത്തിന്റെ മറച്ചു വെക്കലുകളും അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാന, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മൻ ഹുവ, അവനാരെന്നറിയോ? മുത്തലിഉൻ യഅലമു ഖായിനത്തൽ അഅ്യുനി,
നിങ്ങളുടെ കണ്ണുകളുടെ ഒളിഞ്ഞ നോട്ടത്തെ അറിയുന്ന തമ്പുരാൻ. വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ച കാര്യങ്ങളെയും അറിയുന്ന നാഥനായ റബ്ബ്. ആ റബ്ബ് എത്ര പരിശുദ്ധനാണ്. എത്ര ഭംഗിയുള്ള ദുആ നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ. ആദ്യത്തെ വരി ഇതാണ്. ഇതിലൊരു ആയത്തിന്റെ ഈ ദുആയിൽ ഒരു ആയത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായത്ത്? 40ാമത്തെ സൂക്തമായ ഗാഫിർ സൂറത്തിന്റെ 19ാമത്തെ ആയത്ത്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ ഒളിഞ്ഞ നോട്ടവും കേൾക്കണേ പ്രിയപ്പെട്ടവരെ, കണ്ണുകളുടെ ഒളിഞ്ഞ നോട്ടവും ഹൃദയത്തിന്റെ മറച്ചു വെക്കലുകളും യഅലമു, അവനറിയും, അല്ലാഹു അറിയുമെന്ന ഒരു ബോധം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടയോ? നമ്മളൊക്കെ അവസ്ഥ എന്താ? നമ്മുടെ ജീവിതം എങ്ങനാ? ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ദൈനംദിന ജീവിതത്തിന്റെ വടിത്താരകളിൽ മുഴുക്കയും തെറ്റിലേക്ക് ആപ്പതിച്ചു പോകുന്നവരല്ലേ നമ്മള്? നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന തെറ്റുകള്, നമ്മുടെ കണ്ണിലെ ഒളിഞ്ഞു നോട്ടങ്ങള് എല്ലാം അവന്റെ റബ്ബറിയുമെന്ന ഒരു ബോധം അതില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല പറഞ്ഞതായിട്ട് കാണാം. അവിടുത്തെ തഫ്സീർ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാം, യഅലമു ഖായിനത്തുൽ അയുൻ, കണ്ണുകളുടെ ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യഅലമു നളറത്തുൽ ഖായിനത, കണ്ണിന്റെ വഞ്ചനാപരമായ നോട്ടം. നിങ്ങളുടെ കണ്ണിന്റെ വഞ്ചനാപരമായ നോട്ടം, ആ നോട്ടം അല്ലാഹു അറിയുന്നതാണ്. തീർന്നില്ല. وَإِنَّ اللَّهَ النَّاظِرُ أَنَّهُ إِنَّمَا يَنظُرُ إِلَى غَيْرِهَا. ഒരാള് താൻ മറ്റൊന്നിലേക്കാണ് നോക്കുന്നതെന്ന് പുറമെ കാണിച്ചാലും തഫ്സീറിന്റെ കിതാബുകളിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ നോക്കുന്നത് ആ നോട്ടത്തിന്റെ ആ വഞ്ചനാപരമായ നോട്ടം നിങ്ങളുടെ വർത്തമാനങ്ങളിൽ, നിങ്ങളുടെ സ്വഭാവങ്ങളിൽ, നിങ്ങളുടെ സംസാരങ്ങളിൽ നിങ്ങളുടെ നോട്ടം അത് നല്ല രീതിയിലാണെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ നോട്ടം അത് നല്ലതാണ് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, യഅലമു ഖായിനത്തുൽ അയുനി, കണ്ണിന്റെ ഒളിഞ്ഞ നോട്ടമെന്ന ആ വഞ്ചനാപരമായ നോട്ടം അത് നിങ്ങൾ മറ്റൊന്നിലേക്കാണ് നോക്കുന്നത് എന്ന്. നിങ്ങൾ നോക്കുന്നത് തെറ്റിലേക്കാണ്, പക്ഷെ മറ്റുള്ളവനത് മനസ്സിലാകുന്നില്ല. അവന്റെ കാഴ്ചയിൽ നിങ്ങളുടെ നോട്ടം നല്ലതാണെങ്കിലും അല്ലാഹുവിന്റെ കാഴ്ച, അല്ലാഹുവിന്റെ അറിവ്, അതൊക്കെ ആ ഒരു അറിവ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ്. മഹാനായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഒരാൾ താൻ മറ്റൊന്നിലേക്കാണ് നോക്കുന്നത് എന്ന് പുറമെ കാണിച്ചാലും തഫ്സീറിന്റെ കിതാബ് എടുത്തു നോക്ക്. വിലക്കപ്പെട്ടതിലേക്കാണ് നിന്റെ നോട്ടം, വിലക്കപ്പെട്ടതിലേക്കാണ് എന്ന് അല്ലാഹു അറിയുന്നുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നോട്ടത്തെ നന്നാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തീർന്നില്ല. അല്ലാഹുവേ, ഇത് മനസ്സിലാക്കാനും ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ. ആ വരി ഒന്നുകൂടെ നമുക്ക് പറയാം. സുബ്ഹാന മൻ ഹുവ മുത്തലിഉൻ യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. മഹാനായ
ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വരി, അല്ലാഹുവേ കണ്ണുകളുടെ ഒളിഞ്ഞു നോട്ടവും ഹൃദയത്തിന്റെ മറച്ചുവെക്കലുകളും അറിയുന്ന അല്ലാഹ്, എത്ര പരിശുദ്ധനാണ് ആ ദുആ. അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്, അള്ളാഹുവിന് സനാഅുകൾ പുകഴുകൾ പറയുക എന്നത്, അത് ദുആയിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ അത് അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇത് അള്ളാഹുവിന്റെ പുകളുകളെ, അള്ളാഹുവിന്റെ സനാഅുകളെ, അള്ളാഹുവിനെ വാഴ്ത്തപ്പെടുകയാണ് ഇവിടെ. എല്ലാം അറിയുന്ന റബ്ബ്, എല്ലാം കാണുന്ന റബ്ബ്, നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും നിന്റെ ഹൃദയത്തിന്റെ മറച്ചുവെക്കലുകളും അറിയുന്ന റബ്ബ് എത്രയോ പരിശുദ്ധനാണെന്ന് വളരെ സുന്ദരമായി പ്രാർത്ഥന അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ വരി, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിലെ രണ്ടാമത്തെ വരി, സുബ്ഹാന, എന്റെ കൂടെ ചൊല്ലിപ്പഠിക്കേണ്ടവർക്ക് ചൊല്ലിപ്പഠിക്കാം. സുബ്ഹാന മൻ യുഹ്സി അദദൽ ദുനൂബ്, പാപങ്ങളുടെ എണ്ണങ്ങളെ നോക്കണേ, പാപങ്ങളുടെ എണ്ണങ്ങളെ കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത് നമ്മൾ പറഞ്ഞു. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തെ, വഞ്ചനാപരമായ നോട്ടത്തെ അവൻ നോക്കുന്നത് മറ്റൊന്നിലേക്ക്, തെറ്റിലേക്കാണ്. പക്ഷേ ആളുകൾ അവൻ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ നോട്ടവും അവന്റെ പ്രവൃത്തിയും അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അത് നല്ലതിലേക്കാണ് എന്ന് ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു നിന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലായി, അതിന്റെ തഫ്സീറുകളിലൂടെ മനസ്സിലാക്കി. അദ്വായായിരുന്നു. അത് അള്ളാഹുവിന് വല്ലാത്ത പുകഴ്ത്തലാണ്. മഹാനായ ഇസ്മായിൽ നബിയുടെ പ്രാർത്ഥനയാണ്. അതിൽ ഒന്നാമത്തെ വരി നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വരി, സുബ്ഹാന മൻ യുഹ്സി അദദൽ ദുനൂബ്, പാപങ്ങളുടെ എണ്ണങ്ങളെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ദൈനംദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് തന്ന അവയവങ്ങളെ കൊണ്ട്, അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളെ കൊണ്ട്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരുപാട് സുഹൃതങ്ങളില്ലേ, ആ സുഹൃതങ്ങളൊക്കെ റബ്ബ് നമുക്ക് തന്നിട്ട് പോലും അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവരാണ് നമ്മൾ. ആലോചിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, നീയും ഞാനും ചെയ്തു കൂട്ടിയ, നീയും ഞാനും പറഞ്ഞു കൂട്ടിയ, നീയും ഞാനും പ്രവർത്തിച്ചു കൂട്ടിയ, നിന്റെയും എന്റെയും ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും അറിയുന്ന, അതിന്റെ എണ്ണങ്ങളെ വളരെ കൃത്യമായി അറിയുന്ന റബ്ബ് എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധനാണ്. ആലോചിക്ക് നിങ്ങള്. ആദ്യം ദുആ ചെയ്തു, സുബ്ഹാന മൻ ഹുവ മുത്തലിഉൻ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ ഒളിഞ്ഞു നോട്ടവും എന്ന് വെച്ചാൽ വഞ്ചനാപരമായ നോട്ടവും ഹൃദയത്തിന്റെ മറച്ചുവെക്കലുകളും അറിയുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. രണ്ടാമത് ഇസ്മായിൽ നബി ദുആ ചെയ്തു, സുബ്ഹാന മൻ യുഹ്സി അദദൽ ദുനൂബ്, പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്. നോക്കണേ, ഈ ഒരു ദുആക്കും ഖുർആനിന്റെ വളരെ കൃത്യമായ അടിസ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യുഹ്സി അദദൽ ദുനൂബ്, പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്നവൻ അല്ലാഹു ആണ്. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വവജദൂ മാ അമിലു ഹാളിറാ. പരിശുദ്ധമായ സൂറത്തിലെ നമ്മളെല്ലാവരും വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന കഹ്ഫ് സൂറത്തിന്റെ 49-49 ആയത്തില്
ഖുർആനിലെ 18ാമത്തെ സൂറത്താണ് കഹ്ഫ്. ആ കഹ്ഫ് സൂറത്തിലെ 49ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞു വവജദു മാ അമിലു ഹാദിറാ, അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം ഹാജരാക്കുന്നതായി അവർ കണ്ടെത്തുന്നതാണ്. ഓരോരുത്തരും പ്രവർത്തിച്ച കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തികള് അത് ഹാജരാക്കുന്നതായി അവർ കണ്ടെത്തുന്നതാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു മുജാദല സൂറത്തിന്റെ എന്ന് വെച്ചാൽ ഖുർആനിൽ 58ാമത്തെ സൂറത്താണ് മുജാദല. ആ മുജാദലയുടെ 6ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞു അല്ലാഹു എണ്ണി വെച്ചിട്ടുണ്ട്. കേൾക്കണേ എന്റെ ഉമ്മ, കേൾക്കണേ എന്റെ സഹോദരി, കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ, മനസ്സിലാക്കണേ മാനവാ. അല്ലാഹു അതിനെ എണ്ണി വെച്ചിട്ടുണ്ട്. ചെയ്തതൊക്കെ അല്ലാഹു എണ്ണി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ മറന്നു പോകുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ചെയ്തവരത് മറന്നുപോയിട്ടുണ്ട്. ആ പാപങ്ങളെ ചെയ്ത ഖുർആൻ പറയുകയാണ് ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പാപക്കറകൾ മായ്ക്കാൻ ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോ പാപത്തിന്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്താലും, എപ്പോ ചെയ്താലും, എവിടെ വെച്ച് ചെയ്താലും, എങ്ങനെ ചെയ്താലും എല്ലാം റബ്ബറിയും. എല്ലാം അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാം അല്ലാഹു അറിയും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. എന്നാൽ ആ ആയത്തൊന്ന് നമുക്ക് മുഴുവനായിട്ടുമെന്ന് പരിചയപ്പെടാം. ആ ആയത്തൊന്ന് വളരെ സുന്ദരമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. എത്രത്തോളം എന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. എത്ര സുന്ദരമായ ആയത്താണ്, എത്ര സുന്ദരമായ ആയത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, നിങ്ങൾ ചെയ്തത് മുഴുവനും അല്ലാഹു എണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് മറന്നുപോയാലും റബ്ബതിനെ മറന്നുപോകില്ല. ഇതിന്റെ ഗൗരവം എപ്പോഴാണ് മനസ്സിലാകുക എന്നറിയുമോ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അല്ലാഹുവിന്റെ പരലോകത്തെ പാരാവാരം പോലെ നമ്മൾ ഒരുമിച്ചൂട്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ കുറിച്ച് പേടിക്കേണ്ടവരല്ലേ നമ്മള്? ആ സമയത്തെ കുറിച്ച് പേടിച്ച് ഭയവിഹ്വലരായി പേടിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മള്? അല്ലാഹുവിന്റെ പരലോകത്ത് ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ അവന്റെ കോടതിയിൽ വിചാരണക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വല്ലാത്ത ദയനീയമായ, വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു സന്ദർഭമില്ലേ? ആ സന്ദർഭത്തെ കുറിച്ചാണ് ഖുർആൻ പ്രതിപാദിച്ചത്. വവളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദിൽ കിതാബ്. നന്മതിന്മകൾ എഴുതിയ കിതാബുകൾ നൽകപ്പെടുകയാണ്. വവളിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന, അപ്പോൾ കുറ്റവാളികൾ അതിലുള്ളത് കണ്ട് ഭയപ്പെടുകയാണ്. മുശ്ഫിഖീന ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ,
ജീവിതത്തിൽ ചെയ്ത തന്റെ ആയുസിന്റെ കാലയളവിൽ അള്ളാഹു തന്ന സമയത്ത്, ദുനിയാവിൽ അവസരം തന്ന സമയത്ത് നീ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളുടെ കുമ്പാരങ്ങള്, ആ പാപങ്ങളുടെ വലിയ നഷ്ടങ്ങളുടെ കഥ നിനക്ക് മനസ്സിലാകാൻ പോകുന്നത് നാളെ മഹ്ശറിൽ വെച്ചാണ്. നന്മതിന്മകൾ എഴുതിയ കിതാബുകൾ അത് നിന്റെ കയ്യിലേക്ക് കൈമാറപ്പെടുകയാണ്. കുറ്റവാളികൾ അതിലുള്ളത് കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ്. അവര് പറയുകയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞങ്ങൾ ചെയ്ത് ചെറുത് വിട്ടുപോയിട്ടില്ല. നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് ചെറുത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ കിതാബ് അവര് വാങ്ങിയിട്ടവര് വിലപിക്കുകയാണ്. ആ കിതാബ് അവര് വാങ്ങിയിട്ടവര് വിലപിക്കുകയാണ്. അല്ലാഹുവേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, കൃത്യമായി എല്ലാം അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാം അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ പാപങ്ങൾ അവർ ചെയ്ത ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങള്, നന്മയും തിന്മയുമായ കാര്യങ്ങള് എല്ലാം പടച്ച റബ്ബ് ജഗന്നിയന്താവായ സർവേശ്വരനായ സർവാധിപതിയായ സർവനാഥനായ റബ്ബ്, ആ റബ്ബ് എഴുതി വെക്കപ്പെട്ട കിതാബ് അവരുടെ കരങ്ങളിലേക്ക് നൽകപ്പെടുമ്പോ അവരുടെ വല്ലാത്ത ഒരു വിലാപമുണ്ട്, അവരുടെ വല്ലാത്ത ഒരു വേദനയുണ്ട്, അവരുടെ വല്ലാത്ത ഒരു ദയനീയമായ, അവരുടെ വല്ലാത്ത ഒരു വിഷമഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ അവർ ചോദിച്ചു പോകുകയാണ്. ഖുർആൻ പറയുകയാണ്, അവര് ചെയ്ത പാപങ്ങളൊക്കെ, അവര് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പദസഞ്ചാരങ്ങള്, അവര് ചെയ്തു പോയ പാപഭംഗിരമായ അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളുടെ കണക്കുകൾ കൃത്യമായി റബ്ബ് അവരുടെ മുമ്പിൽ നിരത്തുന്ന സമയത്ത് അവരവിടെ റബ്ബിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, നിങ്ങളുടെ നാശമേ. ആ ഗ്രന്ഥം കിട്ടിയിട്ട് അതവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് പറയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു കാര്യവും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഗ്രന്ഥം അവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവർ ചോദിക്കുകയാണ്, മാലി ഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്, എന്തൊരു രേഖപ്പെടുത്തലാണിത്, എന്തൊരു അത്ഭുതമാണിത്. ഓർക്കണേ സഹോദര, നീ ചെയ്ത സകലമാന പെക്കൂത്തുകൾക്കും നീ അനുഭവിക്കാൻ പോകുന്നത് റബ്ബിന്റെ മുമ്പിൽ വെച്ചാണ്. അല്ലാഹ് സാധുക്കളായ നിങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. കേൾക്കുന്ന സഹോദര, തീർന്നില്ല. ഖുർആൻ പറയുന്നു, വവജദു മാ അമിലു ഹാളിറാ, അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം ഹാജരാക്കുന്നത് അവർ കണ്ടെത്തും, അവർ കാണും. അവർ ചെയ്ത ഓരോന്നും അവർ കാണുക തന്നെ ചെയ്യും. വലാ യളിമു റബ്ബുക അഹദാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലാ യളിമു റബ്ബുക അഹദാ. അല്ലാഹു ഉണ്ടല്ലോ, പടച്ച റബ്ബുണ്ടല്ലോ, ജഗന്നിയന്താവായ കോടാനകോടി സസ്യലതാദികളെ, വൃക്ഷങ്ങളെ, പഴങ്ങളെ, ഈ ലോകത്തുള്ള മനുഷ്യനെ, ജീവനുള്ള അചേതനമായ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായ റബ്ബ്, വലാ യളിമു റബ്ബുക അഹദാ, റബ്ബ് ഒന്നിനോടും അനീതി കാണിക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ദുആ മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ദുആ, സുബ്ഹാന മൻ യഹ്സി അദദുനൂബ്, പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്.
ദ്വാരക്ക് പാപങ്ങളിൽ നീ മുക്തനാകും, ഹൃദയം നന്നാകും, കണ്ണിന്റെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലോണം ആലോചിക്കണേ. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. എല്ലാം റബ്ബിന്റെ മുമ്പിലുണ്ട്. അതൊന്നും പോകില്ല. പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ദ്വാരക്കുമ്പോ ഈ വരിയങ്ങ് വരുമ്പോ നിന്റെ ഹൃദയം പൊട്ടണം. ഈ ദുആ ചെയ്യുമ്പോ ഈ വരിയങ്ങ് പറയുമ്പോ ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥതലങ്ങള് നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്റെ ഹൃദയം പൊട്ടണം സഹോദരാ. എന്തിനാണെന്നറിയുമോ? ചെയ്തു പോയ സകലമാന പാപങ്ങളും ഈ ഭൂമി ലോകത്ത് നിന്ന് പൊറുപ്പിച്ചതിന് ശേഷമേ മരണപ്പെടാവൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരായത്തിൽ കാണാ ഈ പാപങ്ങളുടെ നിങ്ങൾ ചെയ്ത ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളുടെയും ആ പാപക്കറകള് അത് ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാതെ ആ പാപങ്ങളുടെ പേരിൽ തൗബ ചെയ്യാതെ റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യബ്അസുഹും അല്ലാഹു ജമീഅ മുഴുവൻ ആളുകളെയും പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസമുണ്ടല്ലോ. ഫയുനബ്ബിഉഹും ബിമാ അമിലൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ വിചാരണയുടെ നാളുണ്ടല്ലോ, അല്ലാഹു വല്ലാതെ കോപാകുലനായിരിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫയുനബ്ബിഉഹും ബിമാ അമിലൂ. അവർ ചെയ്തത് അവരറിയിക്കുന്നതാണ്. ചെയ്തത് ആ ചെയ്തതൊക്കെ നമ്മൾ അറിയാം. കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റബ്ബേ. ഒരാളുടെ മുമ്പിലും വശലത്തരത്തിലാക്കല്ലേ റബ്ബേ. ചെയ്തുപോയ പാപങ്ങളുടെ മുമ്പിൽ നാളെ പരലോകത്തെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയാണ്, നിങ്ങൾ ചെയ്തത് ആ ചെയ്ത സകലമാന കാര്യങ്ങളും അല്ലാഹു നിങ്ങളെ അറിയിക്കുന്നതാണ്. തീർന്നില്ല. നിങ്ങളതിനെ മറന്നുപോയെങ്കിലും അല്ലാഹു അതിനെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. അല്ലാഹു ആരാന്നറിയോ? എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്ന സകലമാന കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സാക്ഷിയാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ സഹോദരി, നിന്റെ പാപങ്ങളുടെ കനം കുറയണോ? നിന്റെ ഹൃദയത്തിന്റെ കട്ടി കുറയണോ? നിന്റെ ജീവിതത്തിൽ ദൈനംദിനം ആവർത്തനത്തോടെ വരുന്ന നിന്റെ പാപത്തിന്റെ ആ വലിയ പാപക്കറ നിന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നിനക്ക് മഹാനായ ഇസ്മായിൽ നബിയുടെ ദുആ നിന്റെ ജീവിതത്തിൽ പകർത്തിയാൽ കഴിയുന്നതാണ്. രണ്ടാമത്തെ വരി പറയട്ടെ, സുബ്ഹാന മൻ യുഹ്സി അദദുനൂബ്. പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. രണ്ട് വരി നമ്മൾ പരാമർശിച്ചു. രണ്ടിനും ഖുർആനിലെ ആയത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനിയോ മൂന്നാമത്തത്, സുബ്ഹാന മൻ ലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ ഫിസ്സമാവാതി വലാ ഫിൽ അർള്. ഇത്ര സുന്ദരമായ ദുആയാണ്. സുബ്ഹാന, പഠിക്കണേ, എന്നെ കേട്ടുകൊണ്ട് പഠിക്കണേ. സുബ്ഹാന മൻ ലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ ഫിസ്സമാവാതി വലാ ഫിൽ അർള്.
ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഒരു രഹസ്യം പോലും മറഞ്ഞു പോകാത്ത അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ആകാശങ്ങളിൽ ഒരു കാര്യവും അള്ളാന്റെ മുമ്പിൽ മറഞ്ഞു പോകില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യവും അള്ളാഹുവിന്റെ മുമ്പിൽ മറഞ്ഞു പോകില്ല കേട്ടോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാന്റെ മുത്തുനബി 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യാതി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മുത്തുനബി പറഞ്ഞ ഒരു ഹദീസാണിത്. ഇന്നല്ലാഹ, അല്ലാഹ് ആരാന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഇസ്മായിൽ നബിയുടെ പ്രാർത്ഥന, ആകാശങ്ങളിലെയും ഭൂമിയിലെയും മുഴുവൻ കാര്യങ്ങളും മറഞ്ഞു പോകാതെ വളരെ കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മഹാനായ മുത്തുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല കതബൽ ഹസനാതി വസ്സയ്യാത്, നിങ്ങൾ ചെയ്ത നന്മകളെയും തിന്മകളെയും അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നമ്മളത് മറന്നുപോകും, പക്ഷെ അല്ലാഹുവിന് അതിന് മറവിയില്ല. അത് രേഖപ്പെടുത്തി വെക്കുക മാത്രമല്ല, വവജദൂ മാ അമിലൂ ഹദിറാ, അത് നമ്മൾ കാണുക തന്നെ ചെയ്യും. നല്ലത് ചെയ്തെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, തിന്മയാണ് ചെയ്തെങ്കിൽ വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരലോകത്ത് കിടന്നിട്ട് നമ്മൾ വിലപിക്കേണ്ടി വരും. പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ വിലപിക്കേണ്ടി വരും. ഉമ്മ, നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്താൻ അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് മലക്കുകളെ, മാലാഖമാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണേ, തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ. ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞുവല്ലോ, ആരാ ഉമർ? ഇസ്ലാമിക ചരിത്രത്തില് തുല്യതയില്ലാത്ത ചരിത്രങ്ങൾ അഴിവറക്കാനുള്ള, ചരിത്രം പറയാനുള്ള, കഥനകഥകളുടെ, പ്രയാസങ്ങളുടെ, ത്യാഗത്തിന്റെ, ധീരതയുടെ കഥ പറയാനുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഇത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹസബു, നിങ്ങൾ വിചാരണ ചെയ്യണേ. അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ. ഞാനടക്കമുള്ളവരോടാണ് ഞാൻ ഇത് ഉണർത്തുന്നത്. ഹസബു, നിങ്ങൾ വിചാരണ ചെയ്യണേ. അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, നാളെ റബ്ബിന്റെ പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടാൻ നിർത്തപ്പെടുന്നതിന് മുമ്പ്, ആ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണേ. പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണേ, പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊറുപ്പിക്കണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ശേഷം മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, വസിനൂ അഅമാലക്കും. നമ്മൾ എപ്പോഴും കേൾക്കും, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹസബു. പക്ഷേ ഇത് നമ്മൾ കേൾക്കൽ കുറവാ. വസിനൂ, മൃതങ്ങൾ പറഞ്ഞു, വസിനൂ അഅമാലക്കും, അമലുകൾ പരിശോധിക്കണം. നിസ്കാരം ശരിയാവുന്നുണ്ടോ? എന്റെ നോമ്പ് ശരിയാവുന്നുണ്ടോ? എന്റെ നല്ല കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന സുഹൃതങ്ങൾ അത് അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ, അത് കബൂലാകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വസിനൂ അഅമാലക്കും, അമലുകൾ പരിശോധിക്കണം. മാനവമൃതങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ആളൊഴിഞ്ഞ വിജനമായ ഈത്തപ്പനത്തോട്ടത്തിന്റെ അകത്തലങ്ങളിൽ ചെന്നിട്ട് സ്വന്തം ശരീരത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ഒരാഴ്ച ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയും അത് വായിച്ചു നോക്കിയിട്ട് അതിൽ ഉമർതങ്ങളുടെ അടുക്കലിൽ നിന്ന് വല്ല പോരായ്മകളും വന്നു പോയെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ചാട്ടവാ
തലവാറെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുമായിരുന്നു എന്ന് ഇത് ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അടിച്ചടിച്ചടിച്ചടിച്ച് ശരീരത്തിന്റെ സുന്ദരമായ കാണാൻ മുഞ്ചുള്ള സുന്ദരമായ ഉമർ തങ്ങളുടെ ശരീരം മുഴുവനും പാടുകളാൽ നിറഞ്ഞതായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ടല്ലോ. മഹാനായ ഉമർ തങ്ങൾ പറയുന്നു, ഓസിനോ അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ പരിശോധിക്കണേ. ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കുന്നതിന് മുമ്പ്. നമ്മളെ അമൽ അല്ലാഹ് തൂക്കി നോക്കുന്നതിന് മുമ്പേ നന്മയാണോ തിന്മയാണോ എന്ന് ഹിസാബ് നടത്തി മീസാനിലേക്ക് അത് വെക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിരുന്ന ദുആയെ മൂന്നാമത്തെ വാക്ക് സുബ്ഹാനമല്ലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ ഫിസ്സമാവാതി വലാ ഫിൽ അർള്, ആകാശങ്ങളിലെ ഭൂമിയിലേക്കും ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഓരോ രഹസ്യം പോലും ഒരു രഹസ്യം പോലും മറഞ്ഞു പോകാത്ത അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അപ്പൊ ചോദിക്കും, ഇതിന് തെളിവുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن الله لا يخفى عليه شيء في الأرض ولا في السماء. സൂറത്തു അലി ഇംറാനിലെ 3-ാമത്തെ ഖുർആനിലെ സൂക്തമാണ്. അതിലെ 5-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഒരു കാര്യം പോലും അല്ലാഹു മറന്നു പോകില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ആകത്തുക പറഞ്ഞാൽ അള്ളാഹു നമ്മൾ എപ്പോഴും നിരീക്ഷകനാണ്. അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ദുആ വരുമ്പോ നമുക്കൊരു ഓർമ്മ വരും, സുബ്ഹാന, അല്ലാഹു അത്ര പരിശുദ്ധനാണ്. വല്ലാ യഖ്ഫ അലൈഹി ഖാഫിയത്തുൻ ഫിസ്സമാവാതി വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഒരു രഹസ്യം പോലും മറഞ്ഞു പോകാത്ത അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഈ ദുആ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മളങ്ങ് ചൊല്ലുമ്പോ തെറ്റിലേക്ക് പോകുമ്പോ ഒരു ബോധം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, മുഫസ്സിരീങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ലാ യഖ്ഫാ അലൈഹി ശൈഉം മിൻ ദാലിക ദഖീഖുഹു വജലീലുഹു വസഗീറുഹു വകബീറുഹു. അദൃശ്യവും ദൃശ്യവും അല്ലാഹുവിനറിയാം, അതിൽ നിന്ന് അവനിൽ നിന്ന് ഒന്നും മറഞ്ഞു പോവുകയില്ല. ദഖീഖുഹു വജലീലുഹു വസഗീറുഹു വകബീറുഹു, വലുതാകട്ടെ ചെറുതാകട്ടെ, സൂക്ഷ്മമായതായട്ടെ മഹത്തരമായതാവട്ടെ, ഒന്നും അവനിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. എല്ലാം അവർ കാണുന്നതാണ്. ഇത് വളരെ കൃത്യമായി ത്വാഹ സൂറത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു. ഖുർആനിലെ ത്വാഹ സൂറത്തിന്റെ 7-ാമത്തെ ആയത്തിൽ കാണാം, യഅലമു സിർറ വ അഖ്ഫാ, രഹസ്യവും അതിനേക്കാൾ ഒളിഞ്ഞിരിക്കുന്നതും അവനറിയാം. അല്ലാഹു എല്ലാ രഹസ്യങ്ങളും കാണുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് സൂക്ഷിച്ച് അത് കൃത്യതയോടല്ലാതെ നമ്മൾ ചെയ്യരുതേ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്. തീർന്നില്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിൽ ഇത് അവിടുത്തെ പോയിന്റ്. ഈ ദുആ നിങ്ങൾ ദുആയിരുന്നോളി. തെറ്റില് കണ്ണിന്റെ വഞ്ചനാപരമായ നോട്ടം, ഹൃദയത്തിന്റെ മറച്ചുവെക്കലുകള്, തെറ്റിലേക്കുള്ള യാത്ര, തെറ്റിലേക്കുള്ള കൊതി, പാപങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിർത്താൻ ഈ ദുആ കാരണമാകും. ഈ ആയത്തിലെ നമ്മൾ പറഞ്ഞു, സുബ്ഹാനല്ലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ ഫിസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള എല്ലാ ഒരു കാര്യം പോലും മറഞ്ഞു പോകാത്ത അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഖുർആൻ പറയാണ്,
നിങ്ങളെ ഓരോ രഹസ്യവും പരസ്യവും മാത്രല്ല സൂക്ഷ്മമായതും ചെറുതും വലുതും മഹത്തരമായതും എല്ലാം റബ്ബറിയും. അത് തന്നെ പറഞ്ഞു ത്വാഹ സൂറത്തില് രഹസ്യവും അതിനേക്കാൾ ഒളിഞ്ഞിരിക്കുന്നതും അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഒരു ഒന്നും കൂടെ ഇതിന്റെ ഉള്ളറയിലേക്ക് എത്തിയിട്ട് ഇതിന്റെ ആ ഒരു വലിയ വാല്യൂ, അതിന്റെ പവർ, റബ്ബിനെ കുറിച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് നമ്മളൊപ്പം وهو معكم أينما كنتم وهو معكم أينما كنتم. നമ്മളോടൊപ്പാണ്, നമ്മൾ എവിടെയാണെങ്കിൽ മനസ്സിലാക്കണം നമ്മള്. അതുകൊണ്ട് മഹാനായ മുത്തുനബിയുടെ അടുക്കല് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നിട്ട് പറഞ്ഞു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. മഹാനായ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തു. പറഞ്ഞു സദഖത യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിനെ കുറിച്ച് ചോദിച്ചു, അതും പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പറ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇത് നമുക്കുള്ള ഒരു താക്കീതാണ്. നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കണം. എങ്ങനെ? അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ തന്നെ നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കണം. فإن لم تكن تراه فإنه يراك أن تعبد الله. നീ അല്ലാഹുവിനെ ആരാധിക്കണേ. كأنك تراه فإن لم تكن تراه فإنه يراك. നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി നീ അവനെ ആരാധിക്കണേ. അതുകൊണ്ട് ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ഒന്നും കൂടി ആവർത്തിക്കട്ടെ. സുബ്ഹാന മൻ ഹുവ മുത്തലിയൻ യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ. സുബ്ഹാന മൻ യുഹ്സി അദദ الذنوب. سبحان من لا يخفى عليه خافية في السماوات ولا في الأرض. سبحان الله رؤوف الودود. ഇതാണ് നാലാമത്തെ വരി. അത്യന്തം കരുണാനിധിയും അതിരറ്റ സ്നേഹവുമുള്ളവനായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. കണ്ണുകളുടെ ഒളിഞ്ഞു നോട്ടവും ഹൃദയത്തിന്റെ മറച്ചു വെക്കലുകളും അറിയുന്ന അല്ലാഹു അവൻ എത്ര പരിശുദ്ധനാണ്. പാപങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ആകാശങ്ങളിലെയും ഭൂമികളിലെയും ഒരു രഹസ്യം പോലും മറഞ്ഞു പോകാത്ത അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത്യന്തം കരുണയും അതിരറ്റ സ്നേഹവുമുള്ള അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഈ ദുആ മഹാനായ ഇസ്മായിൽ നബി പഠിപ്പിച്ച ദുആ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണേ. തെറ്റിൽ നിന്ന് മാറാൻ, ഹൃദയ ശുദ്ധീകരണത്തിന്, ഹൃദയ വിശാലതക്ക്, റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ വേണ്ടുവോളം പുകള് പറയാൻ, അവനെ സ്തുതിക്കാൻ ഈ ദുആ പര്യാപ്തമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.